ഹലോ ഗായ്സ്, അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുന്നു. ഞാൻ നാട്ടിൽ പോവുകയാണ്. എനിക്കിതിന് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, പേടിയുണ്ട്. എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ 2 വർഷമായി കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോകുന്നത്. പേടിയുള്ളത് എയർ ഇന്ത്യയിലാണ് പോകുന്നത്, പക്ഷേ കുഴപ്പമൊന്നുണ്ടായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇനി ഞാൻ റെഡിയാകാൻ പോവാണ്. അപ്പോൾ നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഡ്രസ്സ് മാറി നമ്മൾ ഇറങ്ങുന്നു. നമ്മൾ ഊബറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1 hour ഉണ്ട്. 54 pounds ആണ് ആയത് ഊബറിന് ലണ്ടൻ ഹീത്തിലോട്ട്. അതിന് മറ്റേ ബാഗും അല്ലേ അല്ലേ? ദാറ്റ്സ് എവറിത്തിങ്. അപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ്. വെയിറ്റിംഗ് ഫോർ ദ ഊബർ. India, yeah. India, yeah. It's good. No. You heard about a flight crash last month? Jesus' name. No, you'll be fine. So they're still operating. Yeah, that's fine. This is another flight. That one is another flight. That one was. I know, but they should stop to investigate first. Yeah, but they're investigating right now. It hasn't finished. No, they shouldn't be flying. They should investigate before. Yeah. Because that flight is our main flight in India. Air India. Oh, really? Yeah. It's the cheapest Yeah. compared to British Airways. Yeah, it's cheaper. Yeah. Please look for 11A. Is it 11A? That boy that survived, what's his seat? The seat of good luck. Yeah. That's a miraculous seat. Yeah. Jesus. And he came out. Nothing happened to him. Yeah, I just came back from holiday 2 days ago from Detroit, Michigan. Michigan. I Okay. went to the US, yeah. Even when I know the flight, I have to sleep with one eye, open one eye. Anyway, it will not happen again. They will correct it. Yeah. No, they'll It's be just that cautious. their safety system is not like this country. Yeah. They triple check anything from here. No way. Now they have to be careful now. They have to be very extra careful. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുന്നു. ഇതാണ് എല്ലായിടത്തും നമ്മൾ പോവുകയാണ് ഗൈസ്. എയർപോർട്ടെത്തി. അങ്ങനെ നമ്മൾ ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ബോർഡിങ് കഴിഞ്ഞു. ലഗേജും കറക്റ്റ് വെയിറ്റ് ആയിരുന്നു. പിന്നെ ഇമിഗ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് സെക്യൂരിറ്റി ചെക്കിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് ലണ്ടൻ ഹീത്രോ എയർപോർട്ട്. നമ്മൾ എയർ ഇന്ത്യ ആയിരുന്നു ബുക്ക് ചെയ്തത്. 600 pounds ആയി ഓൾമോസ്റ്റ് 2 സൈഡ്. പിന്നെ വെയിറ്റ് 23 kg പ്ലസ് 7 kg ആൻഡ് പ്ലസ് 3 kg ഹാൻഡ് ബാഗ് ആയിരുന്നു വെയിറ്റ്. ഇത് നമ്മളിൽ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻറ്റ്സ് വേണ്ടത് വിസയും ഷെയർ കോഡാണ് വേണ്ടത്. അങ്ങോട്ട് പോയപ്പോൾ ഷെയർ കോഡ് ചോദിക്കില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഷെയർ കോഡ് അവർ ചോദിക്കും. എന്നാലേ അവർ ചെക്ക് ചെയ്യുന്ന സമ്മതിക്കത്തുള്ളൂ. അപ്പം വിസയും ഷെയർ കോഡൊക്കെ കയ്യിലുണ്ടാവുന്നത് നല്ലതാണ്. അങ്ങനെ അശ്വിൻ നമ്മളുടെ ഗേറ്റ് എവിടെയാണെന്ന് നോക്കുകയാണ്. ഞാൻ ഡ്യൂട്ടി ഫ്രീ പോവാണ് ഗൈസ്. ഡ്യൂട്ടി ഫ്രീ രണ്ടിടത്തിന് 45 ഉള്ളൂ. സോമനിക്കൾ പപ്പ ചോദിച്ച ടാക്കാമാക്ക് അതെവിടെ കിട്ടുന്നതായി നമുക്ക് നോക്കാം. എൻ്റെ പപ്പയ്ക്ക് ഞാൻ ഡബിൾ ബ്ലാക്ക്. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നു. വേറെ ഒരു കട ഇവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഫുഡ് കഴിക്കാം.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ ഗേറ്റിലോട്ട് നടക്കണമെങ്കിൽ 15 മിനിറ്റ് ദൂരെയാണ്. Zone B only, please. Thank you. Straight and right. So number F and straight and right. छोटे बैग को सामने वाली सीट के नीचे रखते हैं। आपातकालीन निकास वाले रोड में बैठे यात्री अपने बैग ऊपर बने सामान कक्ष में ही रखें। कृपया हाई चेयर की प्रक्रिया जारी है। इसलिए आप अपनी सीट पर बैठे सीट बेल्ट न बांधें, विंडो शीट खुले रखें, सभी इलेक्ट्रॉनिक उपकरण बंद कर दें। ये दौरान पर धूम्रपान और इलेक्ट्रॉनिक सिगरेट का उपयोग करना मना है। നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 12 PM ആയിരുന്നു. നമ്മൾ കയറിയ സമയത്ത് നല്ല ചൂടായിരുന്നു. പക്ഷേ മേളിലെത്തിയ ശേഷം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ഡ്രിങ്ക്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് നമുക്ക് വെജും നോൺ വെജായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്ക്രീൻ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെയും റിമോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വർക്കാവും. പക്ഷേ എൻ്റെ ഇതിൽ ഹെഡ്ഫോൺസ് അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ 10 മണിക്കൂറുള്ളതുകൊണ്ട് സമയം പോകാൻ ഭയങ്കര പാടായിരുന്നു. നമ്മൾ ഫോണിൽ സിനിമയൊക്കെ ഡൗൺലോഡ് വെച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം ടൈം പോയി. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫ്ലൈറ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യം ചൂട് ഉള്ളപ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു മേളിലെത്തിയപ്പോൾ. പിന്നെ ആകെ ഒരു സമയം പോകാൻ വേണ്ടി നമുക്ക് സിനിമ എന്തെങ്കിലും കാണണമെങ്കിൽ സ്ക്രീൻ അത് അത്ര നല്ലപോലെ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചില അപ്പുറത്തിരിക്കുന്ന സീറ്റിലൊക്കെ ഹെഡ്ഫോൺസ് വർക്ക് ആവുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അല്ലാണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവം നല്ല തണുപ്പുണ്ട്. നേരത്തെ നല്ല ചൂടാണ് പക്ഷേ തണുക്കുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്. മുംബൈ എത്തിയിട്ട് ചുരിദാർ അപ്പോൾ നമ്മൾ അങ്ങനെ മുംബൈ എത്തിയിരിക്കുകയാണ്. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത് ലണ്ടൻ ഹീത്രോ ടു മുംബൈ, മുംബൈ ടു കൊച്ചി. നാട്ടിലത്തെ മണം. അങ്ങനെ 2 വർഷം ശേഷം നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയുണ്ട് 2 മണിക്കൂർ ഫ്ലൈറ്റ്. എന്നാലും ഇന്ത്യയിലെത്തിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ ബാഗ് കളക്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് വേറെ ഫ്ലൈറ്റിൽ കയറി പോകുന്നതാണ്. 6 അങ്ങനെ വെയിറ്റിംഗ് ഫോർ ദ പെറ്റീസ്. ലണ്ടൻ ഹീത്രോ ഇങ്ങോട്ട് വന്നപ്പോൾ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ മുംബൈ എത്തിയപ്പം നമുക്ക് വീണ്ടും ബാഗേജൊക്കെ കളക്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡ്യൂട്ടി ഫ്രീന്ന് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റത്തില്ല. വീണ്ടും ലഗേജിൽ തന്നെ ആക്കിയിട്ട് പറ്റത്തുള്ളൂ. മാക്സിമം 2 ലിറ്ററേ പറ്റത്തുള്ളൂ ഒരാൾക്ക്. പിന്നെ നാട്ടിൽ സിം ഇല്ലാത്തവർക്ക് വൈഫൈ വേണമെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ ഇൻഫർമേഷൻ ഡെസ്കിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് വേണം വൈഫൈയുടെ പാസ്വേഡ് നമുക്ക് കിട്ടാൻ. അത് കഴിഞ്ഞ് നമ്മൾ ലഗേജ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബോർഡിംഗ് പാസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ബോർഡിംഗ് പാസ് ആയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. മുംബൈ എയർപോർട്ടിൽ നമ്മൾ KFC വാങ്ങിച്ചു.
അങ്ങനെ നമ്മളൊരു മണിക്കൂർ ബോംബെ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ പോവാണ്. വിസ്താര ഫ്ലൈറ്റാണ്. അത്യാവശ്യം നല്ല ഫ്ലൈറ്റ് തന്നെയായിരുന്നു, പുതിയ ഫ്ലൈറ്റായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി, ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തത്. പിന്നെ 2 മണിക്കൂറായിരുന്നു മുംബൈ ടു കൊച്ചി. അത് നമ്മൾ ഒന്ന് ഉറങ്ങിയപ്പോഴേക്ക് തന്നെ വേഗം നമ്മൾ കൊച്ചിയിൽ പെട്ടെന്ന് ലാൻഡ് ചെയ്തു. हमारे प्रोडक्ट और सर्विसेज को बेहतर बनाने में हमारा साथ दें। हमारे साथ यात्रा करने के लिए आप सभी का धन्यवाद। ഇവിടെ കൊച്ചി എയർപോർട്ടിൽ പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലഗേജ് കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ എക്സിറ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, ഡൊമസ്റ്റിക് ആയതുകൊണ്ട്. താങ്ക് യു താങ്ക് യു. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. എൻ്റെ ജാക്കറ്റ് എൻ്റെ തൊപ്പിയൊക്കെ പോയി. കരഞ്ഞ് എൻ്റെ കുഞ്ഞിനെ രാത്രി ഒരാഴ്ചയായി അമ്മച്ചി ഓർത്തി. ചേച്ചിയുടെ ഫോൺ